ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഇനി വയ്യ, സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം സഹിച്ചു, ക്ഷമിച്ചു. കൊല്ലുമെന്നുറപ്പായപ്പോഴാണ് പോലീസിനെ വിളിച്ച് സ്വന്തം മകനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചത്. വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. ലഹരിയിലേക്ക് എഴുതി അറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. ഇനി ലോകത്തൊരമ്മയ്ക്ക് ഇന്നെ പോലത്തെ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ. അത്രയും പറഞ്ഞ് ഞങ്ങളെ ആയുസ്സും ഞങ്ങൾ ഇതുവരെയുള്ള സമ്പാദ്യം ഇതുവരെ ജോലി ചെയ്ത് എല്ലാം ഓനും വേണ്ടിയിട്ടാണ് നശിപ്പിച്ച് ഇത്രയും കാലത്തെ ജീവിതം എല്ലാം ഓന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഒരു കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് വളരെ വിഷമമുണ്ട്. ഇപ്പൊ എന്തിനായാലും ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. അതത്ര എനിക്ക് പറയുള്ളൂ, ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഇതുപോലെ എത്രയോ അമ്മമാര് ഇപ്പം തന്നെ ഞാനിത് പോലീസിനെ വിളിക്കാൻ കാരണം ഇന്നലെ ഈ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഞാനിവിടെ ഇരിക്കുന്ന ഈ അമ്മ 68 വയസ്സായ അമ്മയാണ്. അമ്മക്ക് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ വെക്കണം. അങ്ങനത്തെ ആ അമ്മ ഇവിടെ എന്നെ കാണാൻ എന്റെ അടുത്ത് വന്നത്. എനിക്കിവിടെ വേറെ ആരും ഇല്ല, എനിക്ക് നീര് നടക്കാൻ വയ്യ. അപ്പൊ ഇറ്റിങ്ങൊക്കെ ഒരു വെള്ളം തിളപ്പിച്ച് കൊടുക്കണ്ടേ വെച്ചിട്ടാ ഇവിടെ വന്ന് ഞാൻ അമ്മനെ തീ പിടിപ്പിക്കാൻ സമയം ഞാൻ പറഞ്ഞു ഗ്യാസ് മേൽ വെച്ചാൽ മതി. അത്രയും വയ്യ അമ്മയ്ക്ക്. എന്നിട്ട് ആ അമ്മനെ അടിക്കാൻ വന്നോ, എന്തിനാ പൈസ കൊടുക്കായിട്ട്. കോഴിക്കോട് എലത്തൂർ സ്വദേശി മിനിയുടെ വാക്കുകൾ കേരളം കഴിഞ്ഞ ദിവസം ഹൃദയവേദനയോടെയാണ് കേട്ടതും കണ്ടതും. ഇതൊരു മിനിയുടെ മാത്രം സങ്കടമല്ല എന്നത് ഇന്ന് ഏതൊരാൾക്കും അറിയാം. പല അമ്മമാരും നെഞ്ചിൽ നെരിപ്പോടും പേറി ജീവിക്കുകയാണ്. മക്കളെ പേടിച്ച് ഉറങ്ങാൻ പോലും കഴിയാതെ ജീവിക്കുന്നവർ. കൊല്ലുകയും കൊലവിളിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ വാർത്തകൾ ദൈനംദിനം കാണുകയാണ് നമ്മൾ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരമ്മ പുതിയൊരു തുടക്കമെന്ന നിലയ്ക്ക് ലഹരിക്കടിപ്പെട്ട സ്വന്തം മകനെ രക്ഷിക്കാൻ പോലീസിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് തീരുമാനിക്കുന്നത്. ഇന്ന് ഇത്തരമൊരു വാർത്ത കേട്ടാൽ നമുക്ക് ഞെട്ടലുണ്ടാകുന്നില്ല. കാരണം ഇതൊരു പതിവ് സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 5 കൊല്ലം മുമ്പ് സ്വന്തം മകന്റെ കഴുത്തറുത്തു കൊന്ന ഒരു അമ്മയുടെ വാർത്ത വന്നിരുന്നു കൊല്ലത്ത് നിന്ന്. കൊല്ലം അമ്മച്ചുവീട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന കൊലപാതകം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കല ആ അമ്മയെക്കുറിച്ച് കുറിപ്പെഴുതിയിരുന്നു. ഇങ്ങനെയാണ്: മയക്കുമരുന്നിന് അടിമയായി സകല വൃത്തികേടുകളും കാണിക്കുന്ന സ്ഥിതിയിലേക്ക് മകൻ മാറി. മകൻ ഒരു സ്ത്രീലമ്പടനായി മാറിയെന്ന് ആ അമ്മ തുറന്നു പറഞ്ഞു. അന്ന് അവനെ ഇല്ലാതാക്കിയ ആ ദിവസം വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവൻ അച്ഛനെയും സഹോദരനെയും ഉപദ്രവിച്ചു. മാത്രമല്ല അമ്മയെപ്പോലും അമ്മയെന്ന പരിഗണനയില്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഒടുവിൽ മകന്റെ കഴുത്തറുത്തു കൊല്ലേണ്ടി വന്നു ആ അമ്മയ്ക്ക്. അന്ന് ആ വാർത്ത കേട്ടപ്പോൾ ഏവർക്കും തോന്നിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുമോ, എത്ര ലഹരിയായാലും സ്വന്തം മകനല്ലേ എന്ന്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഈ ലഹരിയുടെ പ്രവർത്തനം എങ്ങനെയാണ് നമ്മുടെ യുവാക്കളെ വഴിതെറ്റിച്ചിരിക്കുന്നത്, ബാധിച്ചിരിക്കുന്നത് എന്ന്. മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ 22ാം അധ്യായമാണിത്. ഓരോ ദിവസവും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ സമൂഹം ഒന്നടങ്കം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരുകയാണ്. കഴിഞ്ഞ ദിവസം യുഎയിലെ പ്രധാനപ്പെട്ട സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയായ അക്ഷരക്കൂട്ടം കവിതാ ദിനത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്കായി കവിതാ രചനാ മത്സരം നടത്തിയിരുന്നു. കവിത എഴുതാനുള്ള വിഷയമായി തെരഞ്ഞെടുത്തത് ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. അതിന് തലക്കെട്ട് കൊടുത്തത് മയങ്ങല്ലേ മക്കളെ എന്നതായിരുന്നു. തീർച്ചയായും ഈ പരമ്പര, സ്പെഷ്യൽ ന്യൂസ് പരമ്പര, ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നറിയുന്നതിൽ ഞങ്ങൾക്കും ചാരിതാർത്ഥ്യമുണ്ട്. അക്ഷരക്കൂട്ടത്തിന്റെ മുതിർന്ന അംഗവും കവിയുമായ പി ശിവപ്രസാദ് പറയുന്നു. ലോക കവിതാ ദിനത്തോട് അനുബന്ധിച്ച് അക്ഷരക്കൂട്ടം UAE വാട്സപ്പ് ഗ്രൂപ്പ് അതിലെ അംഗങ്ങൾക്കായി ഒരു ഹ്രസ്വ കവിതാ രചനാ മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. അതിന് ഒരു വിഷയം തിരഞ്ഞെടുക്കേണ്ടുന്ന സന്ദർഭം വന്നപ്പോൾ ആദ്യം ശ്രദ്ധയിലെത്തിയത് ഹിറ്റ് FM വഴി പ്രവാസ സമൂഹത്തിലെ ഹൃദയങ്ങളോട് നിരന്തരമായി ഗവേഷണാത്മകമായി തന്നെ പഠിച്ചുകൊണ്ട് സംവദിക്കുവാൻ കണ്ടെത്തിയ ഒരു ശീർഷകമായിരുന്നു. മയങ്ങല്ലേ മക്കളെ എന്ന് തലമുറയോട് അഭിമുഖം നിന്നുകൊണ്ട് അവരെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്ന വളരെ അപകടം പിടിച്ച ഒരു പ്രശ്നത്തിലേക്ക് അതിന്റെ വേര് മുതൽ അതിന്റെ അഗ്രം വരെയുള്ള അനുഭവ രേഖകളെ അടിസ്ഥാനപ്പെടുത്തി അവതരിപ്പിച്ചതിന്റെ ഓർമ്മ അക്ഷരക്കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അതിന് വിഷയം മയങ്ങല്ലേ മക്കളെ എന്ന ശീർഷകം നൽകുകയും ധാരാളം സുഹൃത്തുക്കൾ അക്ഷരക്കൂട്ടത്തിലെ അംഗങ്ങളായിട്ടുള്ളവർ അവരുടെ ലഘു കവിതകൾ നമുക്ക് അയച്ചു തരികയും അതിൽ നിന്ന് 3 സമ്മാനാർഹരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയമായി ഇത് നാട്ടിലും വിദേശത്തും ചർച്ചയായിട്ടുണ്ട്. കേരളത്തിൽ ഈ ലഹരി വ്യാപനത്തിനെതിരായിട്ടുള്ള വളരെ ശക്തമായ ഔദ്യോഗിക നിലപാടുകളും നടപടികളും ധാരാളമായി നടന്നു വരുന്നുണ്ട്. ഓരോ ദിവസവും ധാരാളം പരിശോധനകളും കേസുകൾ രജിസ്റ്റർ ചെയ്യലും അറസ്റ്റും ഒക്കെ നടക്കുന്നുണ്ട്.
അതിനപ്പുറം ഇത് പുതിയ തലമുറയുടെ ഹൃദയത്തിലുണ്ടാകേണ്ടുന്ന ഒരു ചിന്തയായും നമ്മുടെ സമൂഹത്തെ കൂടുതൽ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുവാൻ ബാധ്യതപ്പെട്ട ഒരു പൊതുസമൂഹം കൂടി, രക്ഷാകർതൃ സമൂഹം കൂടി ഉണ്ടെന്നുള്ള ഒരു വ്യവസ്ഥയുടെ ഉറപ്പു നൽകൽ കൂടിയാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. വണ്ട് സാധാരണ പോലെ പറന്നുവന്ന് ഒരു കുഞ്ഞു പൂവിലിരുന്നു. മധുരം നുകരുന്നതിന് പകരം മധുരം പകരുകയാണെന്ന് ആരും അറിഞ്ഞതേയില്ല. പിന്നീട് പൂക്കൾ നക്ഷത്രങ്ങളായി ആകാശത്തേക്ക് പറന്നു. രാത്രിയിൽ എപ്പോഴോ അവയെല്ലാം അടർന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി. പിറ്റേന്ന് കുഞ്ഞു പൂക്കളുടെ അഴുകിയ ഗന്ധം കൊണ്ട് ഭൂമി വാസയോഗ്യമല്ലാതായി. ഇതാണ് അക്ഷരക്കൂട്ടത്തിന്റെ 1ാം സ്ഥാനം കിട്ടിയ കവിത വിനോദ് കൂവേരി എഴുതിയത്. തീർച്ചയായും സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. പഞ്ചാബിൽ ലഹരി വ്യാപകമായ ഘട്ടത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ ഖുശ്വന്ത് സിംഗിന്റെ നേതൃത്വത്തിൽ മദേഴ്സ് എഗൻസ്റ്റ് ഡ്രഗ്സ് എന്നൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തിരുന്നു. അമ്മമാർ രംഗത്തിറങ്ങിയുള്ള പോരാട്ടം ഇന്നും അത് സജീവമാണ്. അതൊരു ചെറിയ പ്രതിരോധമല്ല. അമേരിക്കയിലും മറ്റിടങ്ങളിലുമെല്ലാം ഇതുപോലെ മോംസ് എഗൻസ്റ്റ് ഡ്രഗ്സ് എന്ന കൂട്ടായ്മകൾ ശക്തമാണ്. നമുക്കും ഇത് തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. കാരണം അത്രമേൽ ലഹരി നമ്മളെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ പല അമ്മമാരും നെഞ്ചിൽ നെരിപ്പോടും പേറിയാണ് ജീവിക്കുന്നത്. അപ്പോഴാണ് കോഴിക്കോട് എലത്തൂർ ചെട്ടിക്കുളം SK റോഡിൽ വലിയിൽ മിനി ഒരു ചൂണ്ടുപലകയായി രംഗത്തു വന്നത്. മകനെ രക്ഷിക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ജീവിതകാലം മുഴുവൻ പണിയെടുത്തുണ്ടാക്കിയ ലക്ഷങ്ങൾ ചെലവഴിച്ചു. എന്നിട്ടും മാറ്റമൊന്നും കാണാതെ വന്നതോടെയാണ് പോലീസിനെ വിളിച്ച് മകനെ കൊണ്ടുപോകാൻ അമ്മ പറഞ്ഞത്. അങ്ങ് അറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. ഇനി ലോകത്തൊരമ്മയ്ക്ക് ഇന്നെ പോലത്തെ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ. അത്രയും പറഞ്ഞ് ഞങ്ങളെ ആയുസ്സും ഞങ്ങൾ ഇതുവരെയുള്ള സമ്പാദ്യം ഇതുവരെ ജോലി ചെയ്ത് എല്ലാം ഓന് വേണ്ടിയിട്ടാണ് നശിപ്പിച്ച് ഇത്രയും കാലത്ത് ജീവിതം എല്ലാം ഓന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഒരു കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് വളരെ വിഷമമുണ്ട്. ഇപ്പൊ എന്തിനായാലും ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. മകൻ നേരെയാകുമെന്ന് പ്രതീക്ഷിച്ച് 10 വർഷത്തോളമാണ് ആ അമ്മ കാത്തിരുന്നത്. അത് നടക്കില്ലെന്ന് കണ്ടതോടെ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുന്ന നിലയിലേക്ക് മകൻ മാറിയപ്പോഴാണ് പോലീസിനെ വിളിക്കേണ്ടി വന്നത്. അതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. മദേഴ്സ് എഗൻസ്റ്റ് ഡ്രഗ്സ്. തീർച്ചയായിട്ടും നമ്മുടെ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മകളും മറ്റും ഇത്തരത്തിലൊരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകണം. കാരണം അമ്മയ്ക്കും രക്ഷിതാക്കൾക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ട്. അക്ഷരക്കൂട്ടത്തിന്റെ കവിതാ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയത് അജിത് കണ്ടല്ലൂരായിരുന്നു. 3ാം സ്ഥാനം ലഭിച്ചത് രാജേശ്വരി പുതുശ്ശേരിക്കാണ്. രാജേശ്വരി പുതുശ്ശേരി എഴുതുന്നത് ലഹരി വാഴുന്ന നാടാണ് മക്കളെ, കരുതൽ വേണമെന്നോരോ ചുവടിലും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കവിതയാണ്. ആ കവിത AI സാങ്കേതിക സഹായത്തോടുകൂടി സംഗീതം കൂടി നിർവഹിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ആ കവിത കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പര കൂടുതൽ ആളുകളിലേക്കും കൂടുതൽ സാംസ്കാരിക കൂട്ടായ്മകളിലേക്കും എത്തണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ലഹരി വാഴുന്ന നാടാണ് മക്കളെ, കരുതൽ വേണമെന്നോരോ ചുവടിലും, കഴുകന്മാരാണ് ചുറ്റിലും നിങ്ങൾ കനിവും ചൂഷണം ചെയ്യും സമർത്ഥന്മാർ, പ്രണയമായി പുകച്ചുരുളായി നീട്ടുന്ന മധുരമിഠായിയായി രാസപ്പൊടികളായി നുരയും പാനി